وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. ഏറ്റവും ഇതിരിക്കുന്ന ഉസ്താദുമാർ മറ്റേ ശക്തി സേവിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടി ഇതിനെ സ്വീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപികളാകുന്ന നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 5 വക്ത് നമസ്കാരം എന്നുള്ളത്. ആ 5 വക്ത് നമസ്കാരം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാനാണ് മുത്തനബി പറയുന്നത്. ഹബീബായ തങ്ങൾ പറഞ്ഞു തരികയാണ്. എന്താണ് ഹബീബായ തങ്ങൾ പറയുന്നത്? ആരെങ്കിലും ഒരു മനുഷ്യന് ജമാഅത്തായിട്ട് നമസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അതേ അവൻക്ക് 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. എത്രമാത്രം വലിയ പവിത്രതയാണ് ജമാഅത്ത് നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ജമാഅത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് നമസ്കാരം കൃത്യമായി നമസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, വഅഖീമു സ്വലാത്ത വഅതു സകാത്ത വറകഊ മഅറാഖീൻ. നിങ്ങൾ ദുആയിനെ നിലനിർത്തുക. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു തരികയാണ്, നിങ്ങൾ സകാത്തിന് കൊടുത്തു വിട്ടുക. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, അതേ നിങ്ങൾ റുകൂ ചെയ്യുക. നിങ്ങളെ ജമാഅത്തായിട്ട് നിങ്ങൾ റുകൂ ചെയ്യുക. അതാണ് പറയുന്നത്, നിങ്ങൾ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കാനാണ് അല്ലാഹു അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. എത്രമാത്രം വലിയൊരു പ്രതിഫലമുള്ളതാണ് 5 വക്ത് നമസ്കാരം, അത് ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് എല്ലാ നമസ്കാരങ്ങളും ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറയുന്നതിന് അത് അല്ലാഹു വലിയ പ്രതിഫലം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുൽ കിറാം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാം ഓരോരുത്തരും 5 കടമ്പകൾ മറികടക്കാനുള്ളവരാണ്. ഉടനെ തന്നെ സിദ്ധീകരണങ്ങൾ ചോദിക്കുന്നുണ്ട്, നബിയേ, ഏതാണ് ഞങ്ങൾ മറികടക്കേണ്ട 5 കടമ്പകൾ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അവന്റെ മരണമാണ്. രണ്ടാമത്തെ കടമ എന്ന് പറയുന്നത് അത് ഖബർ ജീവിതമാണ്. മൂന്നാമതായിട്ട് അവന്റെ ഖബറിലുള്ള അവന്റെ മാശറയാണ്. നാലാമതായിട്ട് അവന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം കടക്കലാണ്. അഞ്ചാമതായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കലാണ്. ഈ 5 കടമ്പകൾ മറികടക്കണം. 5ാമത്തെ കടമ്പ മറികടക്കണമെങ്കിൽ ബാക്കിയുള്ള 4 കടമ്പകളും മറികടക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. സമയത്തതാ മഹാനായ സിദ്ധീകതങ്ങളടക്കമുള്ള മറ്റു സഹാബത്തുൽ കിറാം ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. ഞാൻ എങ്ങനെ 5 കടമ്പകൾ മറികടക്കുമെന്ന് ആലോചിച്ച് അവിടെ നിന്നും ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്ത് നിന്നും ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് വഹ്യുമായി കടന്നു വരികയാണ്. എന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്,
അങ്ങ് സ്വഹാബത്തിനോട് കരയല്ല എന്ന് പറയൂ. കാരണം അതിന് വലിയൊരു പരിഹാരം അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ട് മുത്തുനബി തങ്ങളോട് പറയുകയാ, മുത്തുനബി തങ്ങളെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അതേ, നിങ്ങളുടെ 5 വക്ത് നമസ്കാരം അത് ജമാഅത്തായി നിങ്ങൾ നമസ്കരിച്ചാൽ നിങ്ങൾക്ക് ഈ 5 കടമ്പകളും മറികടക്കാൻ കഴിയും. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോന്നായി പറഞ്ഞു കൊടുക്കുകയാണ്. സുബഹി നമസ്കാരം നിങ്ങൾ കൃത്യമായി ഖളാവാതെ ജമാഅത്തായി നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണനേരം നിങ്ങൾക്ക് വളരെ എളുപ്പമാകും, അത് നിങ്ങൾക്ക് റാഹത്താകും. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നമസ്കാരം നിങ്ങൾ കൃത്യമായി ഖളാവാതെ ജമാഅത്തായി നിങ്ങൾ നമസ്കരിച്ചാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു തരികയാണ്, നിങ്ങളുടെ ഖബർ ജീവിതവും നിങ്ങൾക്ക് രക്ഷപ്പെടും. മൂന്നാമതായിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അവന്റെ അസ്ർ നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിച്ചാൽ അവന്റെ മഹ്ശറയും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. നാലാമതായിട്ട് അവന്റെ മഗ്രിബ് നമസ്കാരം അതും അവൻ ഖളാവാതെ ജമാഅത്തായി നമസ്കരിച്ചാൽ ഹബീബായ തങ്ങൾ പറഞ്ഞു തരികയാണ്, അവന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന പാലം കിടക്കലും അവൻക്ക് എളുപ്പമാകും. അവസാനമായിട്ട് മുത്തുനബി തങ്ങൾ പറയുകയാണ്, സുബഹി നേരം വരെ അവർക്ക് സമയമുണ്ട്, പക്ഷേ എങ്കിലും അവന് ഇശാഇ നമസ്കാരം അതേ ഇശാഇ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ അവൻ ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ 4 കടമ്പകളും മറികടന്ന് 5ാമത്തെ കടമ്പയാകുന്ന സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഹബീബായ തങ്ങൾ ഈ വിഷയം അങ്ങ് പറഞ്ഞ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചെന്ന് പറഞ്ഞ സമയത്ത് സ്വഹാബത്തുൽ കിറാം സന്തോഷിക്കുകയാണ്. കാരണം എന്നും ഞങ്ങൾ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കാറുള്ളത്. അതേ, വലിയൊരു പണ്ഡിതനായ ഒരു യമനിലെ കിതാബുകളെല്ലാം രചിച്ച ഒരു വലിയ മഹാനും അവിടെ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതേ, അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഒരു ദിവസം മഹാനവറുകൾ എങ്ങനെ പണിയിലോ ജോലി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന സമയത്തിൽ വീട്ടിൽ ആരുമില്ല. അപ്പോൾ അതാ പട്ടണത്തിലേക്ക് പോവുകയാണ്. പട്ടണത്തിലെ പള്ളിയിൽ മസ്ജിദിലേക്ക് പോയി നോക്കുമ്പോ അവിടെ അതാ മസ്ജിദുകളെല്ലാം പൂട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് ജമാഅത്തായി നമസ്കരിക്കാമെന്ന് കരുതി മഹാനവറുകൾ പട്ടണത്തിലേക്ക് പോയ സമയത്തും ആ പട്ടണങ്ങളെല്ലാം അടച്ചു കിടക്കുകയാ. ഈ സമയത്തതാ ഈ മഹാനവറുകളെ വീട്ടിലേക്ക് പോവുകയാ. എന്നിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാ. അതേ, നമ്മൾ 4 റക്അത്ത് ഇശാഇ നമസ്കാരമാണല്ലോ, ആ 4 റക്അത്ത് 27 ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരു സന്ദർഭമാണല്ലോ ജമാഅത്തായി നിസ്കരിക്കുമ്പോ. ഈ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കും. 27 ഇരട്ടി പ്രതിഫലം എങ്ങനെ ഇനി ലഭിക്കണം? കാരണം എന്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കാൻ ഒരു വ്യക്തിയും ഇല്ല. അതാ മഹാനായ ഒരു വ്യക്തി അതാ അവിടെ നിന്നും വീട്ടിൽ പോയിക്കൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് 27 വട്ടം ഇശാ നമസ്കരിക്കുകയാണ്. എന്നിട്ട് 108 റക്അത്ത് അവിടെ നിന്ന് നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇശാ നമസ്കാരം മുഴുവനായിട്ട് 4 റക്അത്ത് വീതം 27 തവണ അവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മരണം വരെ ജമാഅത്തായി നമസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാമിലായ ഈമാൻ സലാമത്തായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.